പ്രൈസ് ദി ലോർഡ്. ആകസ്മികമായിട്ടാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ വന്നു ചേർന്നത്. ഫാദർ ജോസ് പുത്രക്കയുടെ കുർബാനുഭവം ധ്യാനം ഞാൻ അറ്റൻഡ് ചെയ്തതോടുകൂടി അങ്ങനെയാണ് ഈ ഗ്രൂപ്പിലേക്ക് എനിക്ക് വന്നു ചേരാൻ ഇടയായത്. 2 പ്രാവശ്യം ഞാൻ ബൈബിൾ റീഡിങ്ങിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അന്നൊന്നും എനിക്ക് യാതൊരു ഫീലിങ്ങും ഉണ്ടായിരുന്നില്ല. 3ാമത്തെ പ്രാവശ്യം അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് മുന്നേ ദൈവം ഒറ്റപ്പെട്ടിയും കൂടെ ഉയർത്താനായിട്ട് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും സഹായത്തോടെ എനിക്ക് സാധിച്ചു. തവണത്തെ ബൈബിൾ റീഡിങ്ങിൽ എനിക്ക് വളരെയധികം തടസ്സങ്ങളുണ്ടായിരുന്നു, പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗ്രൂപ്പ് അംഗങ്ങളുടെ സഹായം, പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരുന്നു. കൂടാതെ ഇപ്പോൾ 10ാമത്തെ ബൈബിൾ റീഡിങ് എനിക്ക് ഒത്തിരി എന്നെ സ്വാധീനിച്ച ബൈബിൾ റീഡിംഗ് ആയിരുന്നു. എനിക്ക് ആകെ 3 പ്രാവശ്യം എനിക്ക് റീഡ് ചെയ്യാൻ സാധിക്കാറുള്ളൂ. പക്ഷേ ഇത്തവണ എനിക്ക് 5 പ്രാവശ്യം ദൈവാനുഗ്രഹത്താൽ സാധിക്കുകയും ചെയ്തു. ആദ്യത്തേത് എനിക്ക് ന്യായാധിപന്മാരായിരുന്നു. അതിനകത്ത് ഞാൻ എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരുന്ന വചനങ്ങൾ തന്നെ എനിക്ക് കിട്ടിയായിരുന്നു. ന്യായാധിപൻ 15-14 അതെനിക്ക് കിട്ടിയായിരുന്നു. പിന്നെ എനിക്ക് കിട്ടിയത് മക്കബീസാണ്. മക്കബീസിൽ നമ്മൾ രാപകൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം എന്ന് തന്നെയാണ്. അത് എൻ്റെ ജീവിതത്തോട് സാമ്യമായിട്ട് തന്നെയാണ് എനിക്കത് തോന്നിയത്. പിന്നെ എനിക്ക് കിട്ടിയത് എസക്കേൽ എനിക്ക് ഒട്ടും കർത്താവിൻ്റെ സങ്കടമാണ്. അതെനിക്കൊട്ടും ദഹിച്ചില്ല, എനിക്കൊട്ടും മനസ്സിലായതിൻ്റെ സങ്കടമായിരുന്നു എനിക്കതിനകത്ത്. പിന്നെ എനിക്ക് കിട്ടിയത് ലൂക്കയാണ്. ലൂക്ക 11 തൊട്ട് 19 വരെ. അതെനിക്ക് ഒത്തിരിയും അതിനകത്ത് എനിക്ക് കുറേയേറെ വചനങ്ങൾ പറയാനുണ്ട്. അത്തിമരത്തിൽ നിന്ന് പഠിക്കുവാൻ 1 വർഷം കൂടെ അതിന് വളമിടാം എന്ന് പറയുമ്പോൾ എന്നെ കാത്തിരിക്കുന്ന ദൈവത്തെയാണ് അവിടെ ഞാൻ കാണുന്നത്. കൂടാതെ വിധവ, ന്യായാധിപനും വിധവയും, ആ വിധവ തന്നെയാണ് ഞാൻ. പിന്നെ എനിക്ക് അതിനകത്ത് എടുത്തു പറയാൻ നിറയുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയത് ഏതാണ്, ഹെബ്രായർ, യാക്കോബ്സിലേയുടെ ലേഖനം, പിന്നെ 1 പത്രോസ് 3 അധ്യായം വരെ കിട്ടി. യാക്കോബ്സിലേക്ക് എന്നെയാണ് അതിനകത്ത്, എല്ലാം എനിക്ക് വേണ്ടി തന്നെയാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. പിന്നെ പത്രോസിലേക്കാണ് ദമ്പതിമാരുടെ കടമ, എല്ലാം അതിനകത്ത് ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതിനകത്ത് എനിക്ക് ദൈവം തമ്പുരാൻ എടുത്തിട്ട് തന്നത്. എത്രയാണേലും ഇതെനിക്കൊരു അനുഭവമായി തീർന്നു. ഈ പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.